നമസ്കാരം ഫ്രണ്ട്സ്, ബെസ്റ്റ് വണ്ണിൻ്റെ മറ്റൊരു പുതുപുത്തൻ ഹിസ്റ്ററി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 1957 ഫെബ്രുവരി 25 ഫിലാഡൽഫിയയ്ക്ക് സമീപമുള്ള അനധികൃതമായി മാലിന്യം തള്ളുന്ന സ്ഥലത്ത് പെട്ടിയിൽ ഒരു അജ്ഞാതനായ ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ആൺകുട്ടിക്ക് ഏകദേശം 4-6 വയസ്സ് പ്രായമുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ഏകദേശം 14 കിലോ ഭാരവും 3 അടി 3 ഇഞ്ച് ഉയരവും ഉണ്ടായിരുന്നു. നഗ്നനാണെങ്കിലും പുതപ്പിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. അടുത്തിടെ കുട്ടിയുടെ മുടി മുറിച്ചതായും ശരീരം വൃത്തിയാക്കിയതായും മനസ്സിലായി. അവൻ്റെ താടിയിലും ഞരമ്പിലും ഇടത് കണങ്കാലിലും ചെറിയ പാടുകൾ ഉണ്ടായിരുന്നു. അവയിൽ ചിലത് കുട്ടിയെ ഒരു ചെറിയ മെഡിക്കൽ സർജറിയോ മറ്റോ ചെയ്തത് മൂലം ഉണ്ടായതായിരിക്കാം എന്ന് തെളിയിച്ചു. മരണകാരണം തലയിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആഘാതമാണെന്ന് മനസ്സിലായി. കുട്ടിയെ കണ്ടെത്തിയത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്തു കൂടി നടന്നുപോയിരുന്ന ഒരു യുവാവായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, പോലീസിനെ ബന്ധപ്പെടുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഒരു ദിവസം മുഴുവൻ കാത്തിരുന്നു. രണ്ടാമതൊരാൾ മുമ്പ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇടപെടാൻ ആഗ്രഹിക്കാത്തതിനാൽ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നില്ല. തണുത്ത കാലാവസ്ഥ ആയതിനാലും ഫോൺ കോൾ വൈകിയതിനാലും കുട്ടിയുടെ മരണസമയം കൃത്യമായി കണക്കാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ആൺകുട്ടിയെ തിരിച്ചറിയുന്നതിനായി മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കെ 10 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്ദർശകർ വന്നുപോയി. തിരിച്ചറിയാൻ സാധിക്കുന്ന അടയാളങ്ങൾ തിരയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കുട്ടിയുടെ 4 ലക്ഷത്തിലധികം ഫോട്ടോകൾ പോലീസ് സ്റ്റേഷനുകളിലേക്കും പോസ്റ്റ് ഓഫീസുകളിലേക്കും രാജ്യത്തെമ്പാടുമുള്ള കോടതികളിലേക്കും അയച്ചു. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പോലും കുട്ടിയുടെ വിവരങ്ങൾ പങ്കുവച്ചെങ്കിലും അത് എങ്ങും എത്തിയില്ല. പോലീസ് കുട്ടിയുടെ കാൽപ്പാടുകൾ പ്രദേശത്തെ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുകയും വിരലടയാളങ്ങൾ എടുക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു കുട്ടി എപ്പോഴെങ്കിലും നിലനിന്നതായി രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2016 നാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിഡ് ചിൽഡ്രൻ കുട്ടിയുടെ ഫോറൻസിക് ഫേഷ്യൽ പുനർനിർമ്മിച്ചു, അവരുടെ ഡാറ്റാബേസിലേക്കും ചേർത്തു. നിർഭാഗ്യവശാൽ ആ കുട്ടിയെ ഇന്നിതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കേസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.